ലോണ് കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താണോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? കാര്യം പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പരിജ്ഞാനം ഉണ്ടാവണം. ഇവിടെ വാട്ടർ അതോറിറ്റി പരിഹരിക്കേണ്ട പ്രശ്നം അത് പരിഹരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പാലക്കാട് നഗരസഭ അധികൃതരുടെ നേരെ പറയണമെന്നുണ്ടെങ്കിൽ പ്രത്യേക കുഴപ്പമില്ല. ഒരു മിനിറ്റ് ഇനി പറയട്ടെ. ഇതേ പരിജ്ഞാനം നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഉള്ളത് കൊണ്ടാണ് പാലക്കാട് നഗരസഭ ഭരിച്ച് നിങ്ങള് പടവലങ്ക പോലെ മാർക്സിസ്റ്റ് പാർട്ടി പാലക്കാട് നഗരസഭയിലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ഒരു പൊടി പോലും ഇല്ല. ഇവിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പരിജ്ഞാനം വെച്ചിട്ട് CPM-ന്റെ ആളുകള് പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് CPM എന്ന് പറയുന്ന പാർട്ടി പാലക്കാട് നഗരസഭയിൽ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ പാലക്കാട് നഗരസഭാ ഭരണം 3ാം തവണയും തുടർച്ചയായി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒരു മിനിറ്റ്. ശരി. ഇനി 2, CPM-ന്റെ നേരത്തെ ഇവിടെ അഭിപ്രായമൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞു CPM നല്ല മുന്നേറ്റം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു. കോൺഫിഡന്റോടുകൂടി അവര് ഏതൊക്കെ വാർഡുകളിൽ ജയിക്കും ഭരിക്കണം എന്നുണ്ടെങ്കിൽ 27 എണ്ണം വേണം. ഈ 27 വാർഡ് ഏതൊക്കെയാണെന്ന് ഇവർക്ക് ഇവിടെ പറയാനുള്ള ആംബിയർ ഉണ്ടോ എന്നുള്ളത് ഒന്ന് പറയാൻ തരണം. 27 വാർഡിലെങ്കിലും ഇവര് അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ മത്സരിക്കാൻ ഇവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തയ്യാറാകുമെന്നും പറയാൻ തയ്യാറാകും. കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് വിജയിക്കുന്നതിന് വേണ്ടിയാണ്. ഏറെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അത് പാലക്കാട് നഗരസഭ എന്നല്ല, പാലക്കാട് ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും. അപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ BJP-യുടെ പ്രതി ബേജാറാവേണ്ട ഒരു കാര്യമില്ല. പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ ഏറ്റവും ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി കാരണം ഈ കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ കേരളത്തിനകത്തുണ്ടായ മാറ്റം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. ഹർഷോ തന്നെ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്ന്. 2 സ്വതന്ത്രരെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ചിഹ്നം ഈനാം പേശിയോ മരപ്പറ്റിയോ എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അരിവാൾ ചിറ്റിയില്ലെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. പിന്നെ 2 പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വലിയ പ്രശ്നമാണോ? അല്ല, ഞങ്ങൾക്ക് അരിവാൾ ചുറ്റിക പ്രശ്നമല്ല. എന്നിട്ടാണ് സ്വതന്ത്രം. ഇവരൊക്കെ എടുക്കാത്ത നോട്ടാണ്. ഇവരൊക്കെ ഇവിടെ ഞങ്ങൾക്ക് എടുക്കാത്ത നോട്ടാണ്. ആ തേണ്ടി RDP-യുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? എന്തായാലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഈ മുടിയൊന്ന് നീട്ടി വളർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ അറിയോ? ഇലക്ഷൻ കഴിഞ്ഞ് ഇവര് മൂത്താന്തര ജയിക്കുകയോ അതോ ഇത് ചെരക്കാൻ വരുമോ എന്നുള്ളത് ഇവരെന്നെ തീരുമാനിക്കട്ടെ. ഇവിടെ 10 ആളെ തികച്ച് പണിയെടുക്കാൻ പോലും കിട്ടാത്ത പോലെ അവിടെ ആൾക്കാരില്ല. എങ്ങനെയെങ്കിലും ഇവനെ ഒതുക്കിയേ ഈ കേസിൽ നമ്മൾ ഒതുങ്ങേ ഉള്ളൂ. പാലക്കാട് നഗരസഭയിലെ 10 സീറ്റ് ഇവര് തികച്ചു പിടിച്ച CPM 10 സീറ്റ് CPM തികച്ചു പിടിച്ച ഈ പരിപാടി ഞാൻ അവസാനിപ്പിക്കാം. എന്ത് കലക്കണം അവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ കലക്കും. എന്നാ നീ പോയി അപോഷം ചെയ്യടാ. എന്ന് വെച്ചാ കലക്കാൻ അങ്ങനെ ഒരു 53-ൽ 10 പോലും പിടിക്കില്ല എന്ന് അവർക്ക് തോന്നാൻ കാരണം എന്താ? അല്ല, എനിക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്, ഒന്നതിന് തൊട്ടു മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം, BJP-യുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം. സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങള് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് RSS-കാരുടെ BJP-കാരുടെ നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരത് വിലയിരുത്തട്ടെ. ഈശ്വര,
ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. ചോദിച്ചു വാങ്ങണ്ടായിരുന്നു, അതും കൊങ്ങയ്ക്ക്. കണ്ടു കാണുമെന്തോ ശിവനെ. എന്താ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.